Hi all. Hello. Good morning. Good afternoon, guys. So, yes. Fine. So, good evening. Welcome to Competitive Cracker. This is me, Alfin Abdul Salam. സോ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു ലൈവ് ചെയ്യുന്നതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഒരുപാട് പേര് കുറച്ച് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കുറേ അധികം പ്രശ്നങ്ങൾ അവരുടെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ. അപ്പൊ അതിനെല്ലാം ഒരു സൊല്യൂഷനും പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വീഡിയോ ചെയ്തത് എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ 4-ാം തീയതി ഈവനിങ് ആണ് നമ്മളുടെ നെറ്റിന്റെ റിസൾട്ട് വന്നത്. അപ്പോൾ ഏകദേശം 9,93,000 പേര് രജിസ്റ്റർ ചെയ്യുകയും 7,35,614 പേര് അപ്പിയർ ചെയ്യുകയും അതിൽ 5,000 പേർക്ക് മാത്രമാണ് എന്ത് ലഭിച്ചിട്ടുള്ളത്, JRF ലഭിച്ചിട്ടുള്ളത്. ഔട്ട് ഓഫ് ഓൾ ദീസ് 85 സബ്ജക്ട്സ് 5,108 പേർക്ക് മാത്രമാണ് JRF അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഫോർ 54,713 people were qualified with what? Assistant professorship. And 1,17,058 people were qualified with PhD only. അപ്പോൾ നിങ്ങൾ കുറേ അധികം പേര് ഇവിടെ ഏറ്റവും വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഫോർ അഡ്മിഷൻ ടു PhD, അതായത് ഈ ക്വാളിഫൈഡ് ഓൺലി ഫോർ PhD ഇല്ലേ, ഇത് വരുന്നതിന് മുമ്പ് കുറച്ചുകൂടെ ആളുകൾ അസിസ്റ്റന്റ് പ്രൊഫസറിന് ക്വാളിഫൈ ആകുമായിരുന്നു. അതിലും ഇപ്പൊ ഈ 5,000-ൽ കൂടുതൽ ആളുകൾ എവിടെ ക്വാളിഫൈ ചെയ്യുമായിരുന്നു? JRFന് ക്വാളിഫൈ ആകുമായിരുന്നു. ഇപ്പൊ നോക്കി, 7,35,000 പേരാണ് എഴുതിയിട്ടുള്ളത്. അതിന്റെ 1% എന്ന് പറഞ്ഞാൽ 7,000 പേരാ അല്ലെ? ആ 7,000 പേര് പോലും എവിടെ എത്തിയിട്ടില്ല? JRFിലേക്ക് എത്തിയിട്ടില്ല. 5,000 പേര് മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ അല്ലെ? ഇതേ ശതമാനം 6% എന്ന് പറയുന്നത് ഇപ്പൊ എത്രയായിരിക്കും? 7×6 47, 54,000-ന് അടുത്ത് മുകളിലേക്ക് 6-8% ആളുകൾ എന്ത് പാസ്സാകുമായിരുന്നു? അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് പാസ്സാകുമായിരുന്നു. പക്ഷെ ഇത്തവണ താരതമ്യേന അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് കൂടുതൽ കൂടിയിട്ടുണ്ട്. ഗണ്യമായിട്ട് ആളുകൾ എവിടെ കൂടി? അഡ്മിഷൻ ഫോർ PhD ഓൺലി ക്വാളിഫൈ ആയി. അഡ്മിഷൻ ടു PhD ഓൺലി ക്വാളിഫൈ ആയവര് 1,17,000 പേരായി. അപ്പൊ മൊത്തത്തില് നെറ്റ് ക്വാളിഫൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെയധികം കൂടി. ആവറേജ് നേരത്തെ ഒരു എത്രയാണ് 8 ലക്ഷം പേര് എഴുതിയിരുന്നെങ്കിൽ അതിൽ 50,000 60,000 പേര് ക്വാളിഫൈ മൊത്തത്തിലായിരുന്നതിനകത്ത് നിന്ന് ഇവിടെ ഇപ്പൊ നെറ്റ് ക്വാളിഫൈ ചെയ്തവരുടെ എണ്ണം എത്രയുണ്ട്? 1,71,000 2 ലക്ഷത്തിനടുത്ത ആളുകൾ നെറ്റ് ക്വാളിഫൈ ആയി. പക്ഷേ അതിന് 50% കൂടുതലും എന്താണ് ക്വാളിഫൈ ആയിരിക്കുന്നത്? അഡ്മിഷൻ ടു PhD ഓൺലി ആണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതിന് കാരണം റിസൾട്ട് കുറയാനുള്ള കാരണത്തിൽ ഒരു കാര്യമാണ് ക്വാളിഫൈഡ് ഫോർ PhD. കാരണം ഇപ്പോ നെറ്റ് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്, NTA നെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് PhD റിസർച്ച്. കാരണം ഇപ്പൊ കോളേജുകളിൽ വിദ്യാർത്ഥികളില്ല, എല്ലാവരും വെളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മിക്ക യൂണിവേഴ്സിറ്റികളും ക്ലോസ് ആകാനുള്ളൊരു വക്കിലാണ്. യൂണിവേഴ്സിറ്റികൾക്ക് നിലനിന്ന് പോകാൻ വേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് റിസർച്ച് സ്കോളേഴ്സ് ആണ് ഇനിയുള്ളത്. ആൻഡ് ഒബ്വിയസ്ലി നമ്മളുടെ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ ആണെങ്കിലും നെക്സ്റ്റ് ബഡ്ജറ്റ് ഇയർ ആണെങ്കിലും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് R&Dയിലാണ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലാണ്. അത് നമുക്ക് കഴിഞ്ഞ ബഡ്ജറ്റിൽ യൂണിയൻ സ്റ്റേറ്റ് ബഡ്ജറ്റുകളിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിച്ചതുമാണ്. ആൻഡ് ഈ റിസർച്ച് സ്കോളേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടിരുന്നത്? അഡ്മിഷൻ ടു PhD ഓൺലി കൊണ്ടിരുന്നത്. അവിടെ എന്തുമില്ല, JRF കൊടുക്കുന്നുമില്ല, സ്റ്റൈഫൻഡ് കൊടുക്കുന്നുമില്ല. സോ എക്കണോമിക്കലി വയബിൾ ആയിട്ട് ഗവൺമെന്റിന് റിസർച്ച് ചെയ്യാനുള്ള ആളുകളെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ക്വാളിഫൈഡ് ഫോർ PhD കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്നതോ കട്ട് ഓഫ് ബേസിസിലാണ്. നമുക്ക് ഇത്തവണ നമുക്ക് എക്കണോമിക്സിന്റെ എക്സാമ്പിൾ എടുക്കാം. ഈ തവണ JRF കിട്ടാൻ വേണ്ടിയിരുന്നത് 232 മാർക്ക്. ആകെ 74 പേർക്കാണ് എന്തില്? അൺറിസർവ്ഡ് കാറ്റഗറിയിൽ എന്ത് ലഭിച്ചിട്ടുള്ളൂ? JRF ലഭിച്ചിട്ടുള്ളൂ. അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന്റെ കട്ട് ഓഫോ 200 മാർക്കാണ്. എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? 1,022 പേർക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? നെറ്റ് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ 2,140 പേർക്ക് PhD ഓൺലി ലഭിച്ചിട്ടുണ്ട്. 170 മാർക്കിൽ കട്ട് ഓഫ് വീഴും. ഈ കട്ട് ഓഫ് എന്താണ് പ്രോബ്ലമാറ്റിക് ആകുന്നത്? വൈ ഡസ് ദിസ് കട്ട് ഓഫ് ബിക്കം പ്രോബ്ലമാറ്റിക്? ഇത് എക്കണോമിക്സിലെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. എക്കണോമിക്സിലെ സാൽമൺ വാർ വാസ് ബിറ്റ്വീൻ USA ആൻഡ് ക്യൂബ, ഫ്രാൻസ് ആൻഡ് UK, നോർവേ ആൻഡ് സ്കോട്ട്ലൻഡ്, സ്വീഡൻ ആൻഡ് ജർമ്മനി. പക്ഷേ എന്താണ് സാൽമൺ വാർ എന്ന് പറയുന്നത്? എന്തായിരുന്നു? യുണൈറ്റഡ് സ്റ്റേറ്റ്സും കാനഡയ്ക്കും
തമ്മിലുള്ളതായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു എക്സാമ്പിൾ എവിടെയില്ല, ആൻസർ എവിടെ ഇല്ല, ഈ ഓപ്ഷൻ ഇല്ല. പക്ഷെ ഈ ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ആയി പോയിട്ടില്ല. അതേപോലെ തന്നെയാണ് ഡിമോണിറ്റൈസേഷൻ ഒരു ക്വസ്റ്റ്യനും. ആദ്യം സംഭവിച്ചത് 1954 പക്ഷേ എന്ത് സംഭവിച്ചു? അത് ഈ ഓപ്ഷനിൽ തന്നിട്ടേ ഇല്ല. അങ്ങനെ വിവിധ സബ്ജക്റ്റുകളിൽ ഡ്രോപ്പ് ആയി പോയേക്കുന്ന ക്വസ്റ്റ്യൻസിൽ എന്ത് വന്നിട്ടില്ല? ഡ്രോപ്പ് ആക്കിയിട്ടില്ല. അപ്പൊ ഈ കട്ട് ഓഫ് എങ്ങോട്ട് പറഞ്ഞേനെ? 200 എന്നുള്ളത് 196 ആയേനെ കസ്റ്റമർ സ്കോർഷിപ്പ്. നമ്മൾ കൂടുതൽ ചേഞ്ച് നോക്കി കഴിഞ്ഞാൽ കൂടുതൽ കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ഇതിന് ചെയ്യാനൊരു ക്വസ്റ്റ്യൻ ചെയ്യാനൊരു ഇതുമില്ല. കേസ് കൊടുക്കുക എന്നുള്ള ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, കട്ട് ഓഫ് ശരിയല്ല എന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ കേസ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതിന് മുമ്പോട്ട് ഒരു റിസൾട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ കട്ട് ഓഫിലെ വേരിയേഷൻസും നിങ്ങളുടെ മാർക്കിനെ ബാധിച്ചിട്ടുണ്ടായേക്കാം. ഐ മീൻ ആൻസർ പറഞ്ഞിട്ടുള്ളതിന്റെ ഈ ഫൈനൽ ആൻസർ കീയിൽ വന്നേക്കുന്ന വ്യത്യാസം, ചേഞ്ചസ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. NTA-യുടെ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചലഞ്ച് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫെയർ അല്ല, ട്രാൻസ്പെറന്റ് അല്ല എന്നുള്ള കാര്യം. അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണിത്. വിവിധ സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് 2 മാർക്കിനും 4 മാർക്കിനും 5-6 മാർക്കിനും ഒക്കെ പോയവർക്ക് 3 ക്വസ്റ്റ്യന്റെ ഡ്രോപ്പ് വന്നിരുന്നെങ്കിൽ കറക്റ്റ് ആയതിനെ, കട്ട് ഓഫിൽ വ്യത്യാസം വന്നേനെ. കാരണം ഇവിടെ ഇപ്പൊ തെറ്റ് മാർക്ക് ചെയ്ത ആളുകൾക്ക് എന്ത് പോയിട്ടുണ്ട്? മാർക്ക് പോയിട്ടുണ്ട്. അങ്ങനെയാണ് എന്ത് വന്നിട്ടുള്ളത്? ഈ കട്ട് ഓഫിൽ വ്യത്യാസം വന്നിട്ടുള്ളത്. പക്ഷേ ഇതിനെല്ലാം ഉപരി, അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? നമുക്കിതിന് മുമ്പ് 2 വഴികളാണ് ഇതിലുള്ളത്. നമുക്കൊന്നുകിൽ എന്ത് ചെയ്യാം? നമുക്കൊന്നുകിൽ ഈ സാധനം തിരുത്താനായിട്ട് പോകാം. അതിന് നമ്മൾ ഓൾറെഡി പ്ലാനിങ് നടത്തുന്നുണ്ട്. എന്തെങ്കിലും നമ്മൾ അഡ്രസ്സ് ചെയ്ത് മാത്രമേ, നമ്മൾ റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് NTA നെറ്റ് എക്സാം എഴുതുന്ന ആളുകൾ എന്ത് ചെയ്യുന്നില്ല? NTA-ക്കെതിരെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇത്ര ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള രീതിയിൽ ഈ എക്സാം നടത്തുന്നതിനും ഇങ്ങനെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഫൈനൽ കട്ട് ഓഫും ആൻസർ കീ ഇറക്കി വിട്ടിട്ട് ചുമ്മാ ദി അറൗണ്ട് എന്തെങ്കിലും കാണിച്ച് റിസൾട്ട് കൊടുക്കുന്നതിലും അത് 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 അക്കൗണ്ടബിൾ അല്ല NTA. അതിന് നമ്മൾ റിയാക്ട് ചെയ്യാത്തത് അതിലൊരു വലിയ ഫാക്ടർ തന്നെയാണ്. ആൻഡ് ഓബ്വിയസ്ലി ഈ അഡ്മിഷൻ ടു PhD കിട്ടുന്നവരുടെ എണ്ണം ഇനി കൂട്ടും, നെറ്റ് കിട്ടുന്നവരുടെ എണ്ണം ഇനി കുറയ്ക്കും, JRF കിട്ടുന്നവരുടെ ഇനി ഭയങ്കരമായിട്ട് കുറയ്ക്കും. ബിക്കോസ് ദാറ്റ് ഈസ് ദ ഓൺലി വേ ടു ലിമിറ്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് ടു എക്സ്റ്റെൻഡ് റിസർച്ച് ഇൻ ഇന്ത്യ. എന്നിട്ട് അഡ്മിഷൻ ടു PhD കിട്ടുന്നവർക്ക് ചെറിയ സ്റ്റൈഫൻഡുകൾ കൊടുത്ത് അവരുടെ റിസർച്ചിലേക്ക് ഇരുത്തുക എന്നുള്ളതായിരിക്കും നമ്മുടെ ഭാവിയിൽ നമ്മുടെ രാജ്യത്തേക്ക് നടക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ഇതിനകത്ത് ഒറ്റ കാര്യം ചെയ്യാൻ പറ്റുന്നത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം മാർക്സ് സ്കോർ ചെയ്യുക. നമുക്ക് 2 വഴിയാണുള്ളത്. എയ്തർ വി ക്യാൻ മേക്ക് ദിസ് ഫെയർ, ദാറ്റ് ഈസ് വൺ തിങ്, അത് നമുക്ക് എപ്പോഴേലും ഒക്കെ ചെയ്യാം. ആൻഡ് നമ്മൾ ഷുവർ ആയിട്ട് ഫ്രം അവർ സൈഡ് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇസ് ടു ക്രാക്ക് ദിസ് സിസ്റ്റം, ക്രാക്ക് ദിസ് കറപ്റ്റ് സിസ്റ്റം, അല്ലെങ്കിൽ ദിസ് ടഫ് ലെവൽ സിസ്റ്റം. ഈ സിസ്റ്റത്തിനെ ക്രാക്ക് ചെയ്യുക, ടാക്കിൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ തവണ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് 200 മാർക്സ് എയിം ചെയ്താൽ നിങ്ങൾക്ക് നെറ്റ് കിട്ടും, 200 മാർക്സ് എയിം ചെയ്താൽ നിങ്ങൾക്ക് നെറ്റ് കിട്ടും. നിങ്ങൾ അൺറിസർവ്ഡ് ജനറൽ കാറ്റഗറിയിലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും 200 മാർക്സിൽ നെറ്റ് കിട്ടണം നിർബന്ധമില്ല. ബിക്കോസ് കട്ട് ഓഫ് ഭയങ്കര വേരിയിങ് ആണ്. നമുക്ക് 250 മാർക്സ് എങ്കിലും നമുക്ക് പരീക്ഷയിൽ കിട്ടുന്നുണ്ട് എന്ന് എയിം ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്കൊരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ഇനി എക്സാമിലേക്ക് അടുത്ത തവണ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. വി ആർ കമ്മിങ് ടു ദാറ്റ്. സി, our point today is PYQs won't save you. PYQs will never alone save you or get you JRF. നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ നമുക്കിപ്പോൾ PYQs ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്ന ആളുകൾക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഇവിടെ കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ് നമുക്ക് എവിടെ നെറ്റിൽ. റെപ്പിറ്റേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. ബട്ട് കോൺസെപ്റ്റ് ഡ്രിവൺ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കിനി ഒരു പരിധി വരെ നമുക്കിനി മെമ്മറൈസേഷൻ കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. നമ്മൾ PYQs ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് PYQസിൽ ചോദിച്ച പോയിന്റ്സ് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കില്ല. സെയിം ആ ടോപ്പിക്കുകൾ, സിമിലർ ആയിട്ടുള്ള ടോപ്പിക്കുകൾ, 30% ടോപ്പിക്കുകൾ റിപ്പീറ്റഡ് ആവും, പക്ഷെ പുതിയ രീതിയിൽ ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്കിനി മെമ്മറൈസേഷൻ കൊണ്ട് നമുക്ക് എന്ത് കിട്ടില്ല? മാക്സിമം മാർക്സ് ലഭിക്കില്ല. അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ? കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി കോൺസെപ്റ്റ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആൻസേഴ്സ് കിട്ടുകയുള്ളൂ. കാരണം ക്രോണോളജി ബേസ്ഡ്, അസേർഷൻ റീസൺ ബേസ്ഡ്, സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ്, മാച്ച് ദ ഫോളോയിങ് ബേസ്ഡ്, ഈ 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും പ്രിഡോമിനന്റ് ആയിട്ട് നമ്മൾ എക്സാമിന് കാണുന്നത്. ഈ 4 ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ നമുക്ക് ഈസി ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും ഓൺലി വെൻ വി നോ വാട്ട് ദ ഐഡിയ ഈസ്. നമുക്ക് അതിന്റെ കോൺസെപ്റ്റ് കൃത്യമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക്, കാരണം നെറ്റ് ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്ന സാധനം വളരെയധികം
ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഐഡിയ ആണ്. നമുക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതുപോലെ ഫ്രെയിം ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇത്തവണ നെറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സോ സബ്ജക്റ്റ് ക്ലാരിറ്റിയാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. നമുക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള കോണ്ടെക്സ്റ്റുകളിലേക്ക് നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന ഐഡിയാസിനെ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓപ്ഷൻസ് എങ്ങനെ ലോജിക്കലി എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡെഫിനിഷൻസിന്റെ ഇന്റർപ്രിട്ടേഷൻസ് എന്തൊക്കെയാണ്, എങ്കിൽ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ സാധിക്കുകയുള്ളൂ, അല്ലെ? കോൺസെപ്ച്വൽ തിങ്കിങ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നമ്മളെങ്ങനെ ഒരു റിസർച്ചർ എങ്ങനെ ഒരു കാര്യത്തെ ചിന്തിക്കുവോ, റിസർച്ചർ എങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിനെ വായിക്കുവോ, അതുപോലെ ക്വസ്റ്റ്യൻസിനെ വായിക്കാനുള്ള കേപ്പബിലിറ്റി ഇൻ ഡെപ്തില് എല്ലാ ക്വസ്റ്റ്യൻസിലും അപ്ലൈ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉള്ളിലുള്ളത്. സോ നമുക്ക് സ്ട്രെയിറ്റ് ഡെഫിനിഷൻസിനെക്കാളും ഇൻഡിറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. റിയൽ ലൈഫ് എക്സാമ്പിൾസ് വരുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ കോൺസെപ്റ്റുകൾ ഒരു ക്വസ്റ്റ്യനിൽ കമ്പൈൻഡ് ആയിട്ട് കാണുന്നുണ്ട്. നമ്മൾ ഈ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ പല വെബിനാറുകളിലും പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു, നമ്മളുടെ ലേണിംഗ് പാറ്റേൺ നമുക്ക് എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിരിക്കണം. ചിലപ്പോൾ പേപ്പർ 1 ഒരു കോൺസെപ്റ്റ് ആയിരിക്കും പേപ്പർ 2 അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്, അസേർഷൻ, റീസൺ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം വളരെ അധികം കൂടിയിട്ടുണ്ട്. ആൻഡ് ഓപ്ഷൻ ലെവൽ ട്രാപ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് സിമ്പിൾ ആണെന്ന് തോന്നുന്ന രീതിയിലേക്ക് ലെവൽ സെറ്റ് ചെയ്തുകൊണ്ട്, ഓപ്ഷൻസ് ലെവൽ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പാർഷ്യൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളവരെ ട്രാപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കൂടെയാണ് ഇത്തവണ നമ്മൾ എക്സാംസിന് കണ്ടത്. നമുക്ക് PYQs ആൻസേഴ്സ് മെമ്മറൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ന സാധനം ഇന്നതാണെന്ന് പഠിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരിക്കലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് PYQസിൽ നെറ്റിൽ ഉണ്ടാവും എന്ന് നിങ്ങൾ വിശ്വസിക്കുകയേ ചെയ്യരുത്. അങ്ങനൊരു സംഭവം ഉണ്ടാവുകയില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും, നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ഗൈഡായിട്ട് ഉപയോഗിക്കാം. എന്ത് ഗൈഡ്? കോർ കോൺസെപ്റ്റ്സ് എന്താണ്, ഫ്രീക്വന്റ്ലി ടെസ്റ്റഡ് ആയിട്ടുള്ള കോർ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിനെ ട്വിസ്റ്റ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യപ്പെടുന്നത്, നമ്മളുടെ വീക്ക് ഏരിയാസ് എന്തൊക്കെ, ഇത് 3 കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ യൂസ് ചെയ്യാവുള്ളൂ. ആൻഡ് ലോങ് ടേം സ്റ്റഡിയിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകേണ്ട ടൈമായി, അല്ലേ? നമ്മൾ ലോങ് ടേം സ്റ്റഡിയിലേക്ക് തിരിച്ചു പോകേണ്ട ടൈമായി. നമുക്ക് കൺസെപ്റ്റ് ആദ്യം പഠിച്ചു വെച്ചിട്ട് അതെങ്ങനെ PYQസിലൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ആയിട്ട് PYQസിനെ ഉപയോഗിക്കാം. കോൺസെപ്റ്റ് ക്ലാരിറ്റി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്തവണ നെറ്റിന്റെ എക്സാം എഴുതി എല്ലാവർക്കും വളരെ ടഫായിരുന്നു പരീക്ഷ. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത്തവണ ഏറ്റവും കൂടുതൽ നെറ്റ് കിട്ടിയേക്കുന്നത് ഇംഗ്ലീഷ് സബ്ജക്റ്റിലുമാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാവോ? കാരണം ഏറ്റവും കൂടുതൽ ആളുകൾക്കും പാട് തന്നെയായിരുന്നു ഇത്. കാരണം എല്ലാവരും ഇംഗ്ലീഷിനെ ഒരേ പാറ്റേണിലാണ് പഠിച്ചു പോകുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ടഫായിരുന്നു. സോ എല്ലാവർക്കും തന്നെ മാക്സിമം 170, 165, 180 മാർക്കുകളിലേക്കാണ് റിസൾട്ട് മേടിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് 140 മുതലുള്ളവർക്ക്, OBC കാറ്റഗറി മുതൽ ഉള്ളവർക്ക് പലർക്കും എന്ത് കിട്ടിപ്പോയിട്ടുണ്ട്, നെറ്റും JRF നെറ്റും അഡ്മിഷൻ ടു PhD ഒക്കെ കിട്ടിപ്പോയിട്ടുണ്ട്. JRFിലേക്ക് വളരെ കുറച്ച് പേരാണ് എത്തിയിട്ടുള്ളത്. This is because of this new trend question papers being made. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഓരോ കോൺസെപ്റ്റിനെ തിങ്കേഴ്സ്, ആപ്ലിക്കേഷൻസ്, ലിമിറ്റേഷൻസ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഓപ്ഷൻ അനാലിസിസ്, എങ്ങനെ ഓപ്ഷൻ സെറ്റ് ആകുന്നു എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ അനാലൈസ് ചെയ്ത് പഠിക്കുക. അവിടെ ഫോൾ ബാക്ക് ആയി പോകുന്ന കാര്യങ്ങളെ കൂടുതൽ കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് വെക്കുക. കാരണം ഒരു യൂണിവേഴ്സിറ്റി ലെവൽ ലേണിംഗ് ഉള്ളവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കുകളെ പറ്റി, ലിറ്ററേച്ചർ ആണെങ്കിൽ, എക്കണോമിക്സ്, മറ്റ് തിയറികളാണെങ്കിൽ തിയറികളെ പറ്റി, അതുപോലെ തന്നെ മോഡലുകളാണെങ്കിൽ കോമേഴ്സിൽ, നിങ്ങളുടെ സബ്ജക്റ്റിലെ കോൺസെപ്റ്റ്, നിങ്ങളൊരു മാസ്റ്റർ ഓഫ് ദാറ്റ് സബ്ജക്റ്റ് ആണ്, PG ഉള്ള ആളാണ് എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ സബ്ജക്ട് നോളജ് ആദ്യം ഉണ്ടാക്കിയതിന് ശേഷം മാത്രം PYQ പഠിച്ചു പോയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുകയുള്ളൂ, നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ആൻസർ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് പരീക്ഷയിൽ കാഴ്ചവെക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ഫോളോ ദിസ് മെത്തേഡ്. നമുക്ക് 6 മാസം പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ ആദ്യത്തെ 3 മാസം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കാനായിട്ട് എടുക്കുക, നിങ്ങളുടെ കോർ ടെക്സ്റ്റുകൾ വായിക്കാനായിട്ട് എടുക്കുക, കൂടുതലായിട്ട് നിങ്ങൾക്ക് കോൺസെപ്റ്റിൽ അണ്ടർസ്റ്റാൻഡിങ് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ബിൽഡ് ചെയ്തതിന് ശേഷം മാത്രം PYQസിനെ മോഡൽ ചെയ്ത് ഇതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസിനെ മനസ്സിലാക്കുക. PYQs മോഡൽ ചെയ്ത് നിങ്ങൾ പഠിച്ച ഏരിയാസിൽ നിന്ന്, നിങ്ങൾ പഠിച്ച സോഴ്സ് ടെക്സ്റ്റുകളിൽ നിന്ന് പുതിയ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക,
ആ ക്വസ്റ്റ്യന്റെ ഒരു കോൺസെപ്റ്റിനെ എങ്ങനെല്ലാം വളച്ചൊടിക്കാം എന്നുള്ള ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുക. ഓൺലി വിത്ത് ദിസ് വിൽ വി ബി ഏബിൾ ടു ഗെറ്റ് നെറ്റ് ഇൻ ജൂൺ 2026. ദിസ് ഈസ് വാട്ട് ഐ ഹാവ് ടു സേ. നമ്മൾക്ക് കറന്റ്ലി ഇങ്ങനെ ഒരു സിസ്റ്റമാണ് നമ്മളുടെ മുമ്പിലുള്ളത്. ദിസ് ഈസ് ഹൗ അവർ വാട്ട് ഇസ് സെറ്റ്. നമ്മുടെ നെറ്റ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നെറ്റ് എക്സാമിനേഷൻസ് ആൻസർ ചെയ്യാൻ നമുക്ക് കിട്ടുന്ന ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഇതാണ്. ആൻഡ് ദാറ്റ് ഈസ് ഹൗ വി ഹാവ് ഡിസൈൻഡ് അവർ ജൂൺ 2026 ബാച്ച്. നമുക്ക് ഡെയിലി ഓരോ റെക്കോർഡഡ് ക്ലാസ്സുകളും നോട്ടുകളും വെച്ച് നമ്മൾ പഠിച്ചതിന് ശേഷം ആഴ്ചയിലുള്ള മെന്റർഷിപ്പ് ക്ലാസ്സുകളിലും ഇതിനിടയ്ക്കൂടെ പോകുന്ന എക്സാമുകളിലും ആക്ടിവിറ്റീസിലൂടെയും ഈ കോൺസെപ്റ്റുകളെ മനസ്സിലാക്കി വയ്ക്കുക. പിന്നീട് ഈ കോൺസെപ്റ്റ് തറവ് ആയതിനു ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ലൈവ് ക്ലാസ്സുകളിലൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് മേജർ ഏരിയാസ് എന്ന് മനസ്സിലാക്കി വീണ്ടും നമ്മളുടെ ലേണിംഗ് ഫോക്കസ് മാറ്റുക. ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, ഈ വരുന്ന ജൂണിലേക്കുള്ള പ്രിപ്പറേഷൻ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം ഇനി ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. ഇത്തവണ JRF ക്രാക്ക് ചെയ്തിട്ടുള്ളവര് കൂടുതൽ പേരും 2, 3, 4 തവണ പഠിച്ചിട്ടുള്ളവരാണ്. അങ്ങനെ ഓവർ ദിസ് ടൈം ഒരു 3 ഇയർ 4 ഇയർ ഗ്യാപ്പ് കൊണ്ട് അവർ മാസ്റ്റർ ചെയ്തെടുത്ത കോൺസെപ്ച്വൽ മാസ്റ്ററി ഉള്ളവർക്ക് മാത്രമാണ് എന്ത് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്, ഇത്തവണ നെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്, JRF ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. സോ the key is conceptual understanding, and we are aiming for conceptual understanding this June 2026. സോ മാറുന്ന നെറ്റ് പരീക്ഷയ്ക്ക് അനുസരിച്ച് നമ്മൾ മാറുന്ന പാറ്റേണിൽ തന്നെ പഠിച്ചു പോകണം, മാറുന്ന കോച്ചിങ്ങിൽ തന്നെ നമ്മൾ പഠിച്ചു പോകണം. സോ വി ആർ ചേഞ്ചിങ് ദിസ് മെത്തേഡ് ടു get you more understanding about the concepts during this 6-month period. നമ്മുടെ വിക്ടറി ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള you can always contact us at 80868881144 or നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള ലോങ് ബാച്ച് അഡ്മിഷൻ സ്റ്റാർട്ടഡ് രജിസ്റ്റർ നൗ എന്ന് പറയുന്ന ലിങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്തും നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്ച്വൽ മാസ്റ്ററി പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ട് ജൂണിൽ JRF നേടാൻ സാധിക്കും. സോ for more information you can always contact us in our board number 80868881144 or you can share your details in the long batch Google form. സോ ദാറ്റ് ഈസ് ഇറ്റ് മക്കളെ. ഇനിയും നിങ്ങൾ പക്ഷേ ഇത്തവണ അഡ്മിഷൻ ടു PhD കിട്ടിയവരോട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടോ നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടോ മാത്രമല്ല, ടെക്നിക്കലി കുറച്ച് ഫോൾട്ടുകൾ വന്നു പോയിട്ടുണ്ട്, അതുകൊണ്ട് കുറെ അധികം ക്വസ്റ്റ്യൻസ് ഡ്രോപ്പ് ആയി പോകാതെ ഇരുന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ കട്ട് ഓഫുകളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ലക്ക് ഫാക്ടറാണ്. ആ ക്വസ്റ്റ്യൻ അറിഞ്ഞോ അറിയാതെയോ ശരി ഉത്തരം എഴുതിയ ആളുകൾക്ക് പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ അറിയാമായിരുന്നു, നിങ്ങളത് തെറ്റായി പോയിട്ട് നിങ്ങളത് അറ്റൻഡ് ചെയ്യാതെ പോയതായേക്കാം. നിങ്ങൾക്ക് എന്ത് കിട്ടി, നിങ്ങൾക്ക് എന്ത് ലഭിച്ചു, അവിടെ മാർക്ക് ലഭിച്ചില്ല, അത്രേ ഉള്ളൂ. സോ നോ നീഡ് ടു വെറി. ബട്ട് നമ്മൾ നെക്സ്റ്റ് ടൈം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പഠിക്കണം. 250 എന്ന് പറയുന്ന മാർക്കായിരിക്കണം നമ്മളുടെ എയിം ജൂണിലേക്ക്. ടു ഗെറ്റ് ദാറ്റ് വി ഹാവ് ടു ലേൺ റൈറ്റ് നൗ. സോ ടു ജോയിൻ അവർ ലോങ് ബാച്ച് യു ക്യാൻ യൂസ് ദ ഗൂഗിൾ ഫോം ഡൗൺ ദർ or in our board number you can contact us at 80868881144. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ആസ്പിരന്റ് സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഏറ്റവും പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്തെത്തിക്കുക. Until next time, it is me, Alfred Abdul Salam. And one more thing, ഈ ജൂണിൽ JRF നിങ്ങൾക്കുള്ളതാണ്.